നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഈ ചാട്ടക്കഥ ഒരു പുതുമയല്ല. ഇന്ത്യൻ രാഷ്ട്രീയം വീക്ഷിക്കുന്നവർക്ക് അറിയാം. സമാനതകളില്ലാതെ ഇങ്ങനെ മറുകണ്ഠം ചാടിക്കളിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് നിതീഷ് കുമാർ. അപ്പോൾ ആ ചാട്ടക്കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കൂ, നിതീഷിന്റെ ചാട്ടക്കഥ തുടങ്ങുന്നത് 1994 ലാലു പ്രസാദുമായി ഉടക്കുന്നു. അങ്ങനെ സമതാ പാർട്ടി രൂപീകരിച്ചുകൊണ്ടാണ് ഇതിനാദ്യം തുടക്കം കുറിക്കുന്നത്. അന്ന് ജോർജ് ഫെർണാണ്ടസിനൊപ്പം ചേരുകയാണ് ഉണ്ടായത്. അതിനുശേഷം 96 NDA കൂട്ടുകെട്ടിലൂടെ വാജ്പേയി സർക്കാരിൽ മന്ത്രിയാകുന്ന നിതീഷിനെ കാണുന്നുണ്ട്. വാജ്പേയി സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു നിതീഷ് കുമാർ. അതിനുശേഷം ആദ്യമായി ബീഹാർ മുഖ്യമന്ത്രി പദത്തിൽ നിതീഷ് കുമാർ എത്തുന്നത് 2000 അങ്ങനെ ബീഹാറിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അതിനുശേഷം ശരത് യാദവിന്റെ ജനതാദളുമായി സമതാ പാർട്ടി ലയിക്കുകയാണ് 2003. അതിനുശേഷം നോക്കൂ, NDAക്കൊപ്പം നിന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് 2010 വീണ്ടും നിതീഷ് കുമാർ എത്തുകയാണ്. അതിനുശേഷം NDA സഖ്യം ഉപേക്ഷിച്ച് കോൺഗ്രസിനൊപ്പം നിതീഷ് പോകുന്ന കാഴ്ചയാണ് 2013 ഇന്ത്യൻ രാഷ്ട്രീയം കാണുന്നത്. അതായത് ഈ 2014 പൊതുതെരഞ്ഞെടുപ്പ് വരുന്ന വർഷമായിരുന്നു. അപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ള ചർച്ചകളൊക്കെ സജീവമാകുന്ന കാലമാണ്. നരേന്ദ്രമോദി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുന്നു. അപ്പോൾ അക്കാലത്ത് നിതീഷ് കുമാർ നരേന്ദ്രമോദിയുടെ നിശ്ചിത വിമർശകനായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളാൻ, പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വരുന്നു എന്നുള്ളത് ഉൾക്കൊള്ളാൻ നിതീഷിന് കഴിയുന്നില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം NDA സഖ്യം ഉപേക്ഷിച്ച് കോൺഗ്രസിനൊപ്പം ചേരുകയാണ്. അങ്ങനെ RJDയുമായി 2015 സഖ്യം കൂടുകയാണ്. നോക്കൂ, കടുത്ത എതിരാളിയായ ലാലു പ്രസാദ് യാദവിനൊപ്പം കൈകോർക്കുന്ന നിതീഷിനെയാണ് പിന്നീട് കാണുന്നത്. അപ്പോൾ ഈ മഹാസഖ്യത്തിനൊപ്പം കോൺഗ്രസ്, ഇടതു പാർട്ടികളൊക്കെ അതിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ മഹാസഖ്യം ബീഹാറിൽ അധികാരം പിടിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായത് നിതീഷ് കുമാർ ആയിരുന്നു. അന്ന് ഉപമുഖ്യമന്ത്രിയായത് തേജസ്വി യാദവ് ആയിരുന്നു. പക്ഷേ ഈ സഖ്യം അധികകാലം നീണ്ടുപോയില്ല. തേജസ്വി യാദവിനെതിരെ ധാരാളം അഴിമതി ആരോപണങ്ങൾ വരുന്നു. സ്വാഭാവികമായും ഈ തേജസ്വി യാദവ് രാജിവെക്കണമെന്ന് നിതീഷ് കുമാർ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഈ ആവശ്യം RJD ഒരു ഘട്ടത്തിലും അംഗീകരിക്കുന്നില്ല, അതിന് തയ്യാറാകുന്നില്ല. പക്ഷേ അത് നിതീഷ് കുമാറിന് വലിയ തിരിച്ചടിയായി. അതുകൊണ്ട് നിതീഷ് കുമാർ മഹാസഖ്യം വിടുകയാണ് ചെയ്തത്. അപ്പോൾ RJDയുമായി പിണങ്ങിയതിനു ശേഷവും തന്റെ അധികാരം നിലനിർത്തണമായിരുന്നു. തന്റെ ഭരണം കൈയിൽ വേണമെന്ന് എപ്പോഴും ഈ ഭരണം നിലനിർത്താൻ ഏതറ്റം വരെയും പോയി എന്ത് രാഷ്ട്രീയ കുതന്ത്രവും പയറ്റുന്ന, രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കുന്ന തരത്തിലുള്ള അടവുകൾ പയറ്റുന്ന നേതാവാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് തന്നെ അന്ന് ഈ RJDയുമായുള്ള പടലപ്പിണക്കങ്ങൾ, തേജസ്വി യാദവ് രാജിവെക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ വീണ്ടും മറുകണ്ഠം ചാടുകയാണ് ഉണ്ടായത്. അങ്ങനെ 2017 വീണ്ടും NDA ബന്ധത്തിലേക്ക് വരികയാണ്. അപ്പോൾ NDAക്കൊപ്പം ചേർന്ന് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് 2020 നിതീഷ് കുമാർ എത്തുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, ഈ സ്ഥിരമായി ഇങ്ങനെ മറുകണ്ഠം ചാടുമ്പോൾ നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് എന്ത് വിശ്വാസ്യതയാണ് ഉണ്ടാകുന്നത് എന്ന ചോദ്യം അവിടെ വരുന്നുണ്ട്. അങ്ങനെ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് നിതീഷ് കുമാർ എത്തുന്നുണ്ടെങ്കിലും ഭരണത്തിന്റെ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് BJPയുടെ കയ്യിലായിരുന്നു. അപ്പോൾ BJPയുടെ എല്ലാ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചൊരു പാവയാകാൻ തനിക്ക് സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു അന്ന് നിതീഷ് കുമാറിനുണ്ടായിരുന്നത്. അതുകൊണ്ട് വീണ്ടും 2022 RJDക്കൊപ്പം സഖ്യം രൂപീകരിച്ച മുഖ്യമന്ത്രി കസേരയിലേക്ക് നിതീഷ് കുമാർ എത്തുന്നു. ആ കാഴ്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയം, ബീഹാർ രാഷ്ട്രീയം കണ്ടത്. അതിനുശേഷം ഇപ്പോൾ ഇതാ 2024 ജനുവരിയിൽ ഇന്ന് തന്നെ ഒരുപക്ഷെ രാജ്യപ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടായേക്കും. NDAയിലേക്ക് എത്തുന്നു. ഇതിനുള്ള ചർച്ചകളൊക്കെ കുറേ ദിവസം മുമ്പ് സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം വളരെ സാഗൂതം നിരീക്ഷിക്കുന്നത് പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന നിതീഷ് കുമാറിനെ നമ്മൾ കണ്ടിരുന്നു. ആ നിതീഷ് കുമാർ തന്നെ ഇങ്ങനെ ചാഞ്ചാടുന്നത്, ഇങ്ങനെ മറുകണ്ഠം ചാടി പോകുന്നത് വളരെ ശ്രദ്ധാപൂർവമാണ് രാഷ്ട്രീയ നേതാക്കൾ, മാധ്യമപ്രവർത്തകർക്ക് നിരീക്ഷിക്കുന്നത്.